ഹലോ, അസ്സലാമു അലൈക്കും. വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു മൈ ചാനൽ ജിഗ്ജോ ഗൈസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നൈറ്റി കട്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ എളുപ്പത്തിൽ നൈറ്റി കട്ടിങ് പഠിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. വളരെ ഡീറ്റെയിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നല്ല നല്ല കമൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ തന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതിന് 3 മീറ്ററിലുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ നൈറ്റി പീസ് എന്ന് പറഞ്ഞാൽ 3 മീറ്ററിൽ തന്നെ ഓൾറെഡി കട്ട് ചെയ്തിട്ടുള്ള പീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിക്കാം. ഒരു 150 രൂപയ്ക്കാണ് ഞാൻ ഈ തുണി വാങ്ങിച്ചത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ 4 ലെയറായിട്ട് നമ്മൾ മടക്കാണ് വേണ്ടത് തുണി. അപ്പോൾ ഞാൻ ഫസ്റ്റ് മുതൽ കാണിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക തുണി. 4 ലെയറായിട്ടാണ് ഈ തുണി നമ്മൾ മടക്കിയെടുക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാബ്രിക് നല്ല നീറ്റായിട്ട് എല്ലാ ഭാഗത്തുനിന്നും ഒന്ന് ലെവലാക്കി വെക്കുക. ചെറുതും വലുതും ഒന്നും ആയി പോവാതെ എല്ലാ ഭാഗത്തും നല്ല ഈക്വലായിട്ട് നല്ല നീറ്റായിട്ട് നല്ലോണം പ്രസ് ചെയ്ത് വെക്കുക. ഇതുപോലെ നമ്മുടെ ഭാഗത്ത് 2 ലെയേഴ്സും ഓപ്പോസിറ്റ് വശത്ത് 4 ലെയേഴ്സായിട്ടാണ് ഫാബ്രിക് ഉണ്ടാവുക. ഇനി നമുക്കിതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ നെക്കിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. അതായത് കഴുത്തിൻ്റെ വീതി 2.25 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത്. ഇനി നെക്ക് ലെങ്ത്ത്, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്താണ് ഞാൻ മാർക്ക് ചെയ്യണത്. 5.25 ഇഞ്ചാണ് ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ചും ഇതുപോലെ താഴെയും മാർക്ക് ചെയ്തു. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക. ഇനി ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം, ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതും ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് നെക്ക് വരച്ചു കൊടുക്കാം. റൗണ്ട് നെക്കാണ് ഞാൻ വരയ്ക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് വരച്ചു കൊടുക്കുക. ഫ്രണ്ട് നെക്കും ഞാൻ ഇതുപോലെ തന്നെ വരക്കാണ്. റൗണ്ട് ഷേപ്പിലാണ് ഞാൻ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യണത്. നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിലോ എന്ത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനും ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇവിടുന്ന് ഷോൾഡർ മാർക്ക് ചെയ്യുക. 7.25 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിവിടെ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഷോൾഡറിൻ്റെ അടുത്ത് വെക്കും വരെ ചെറിയൊരു ഷേപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനി താഴെ ആം ഹോൾ വരക്കുന്നതിനായിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ഷേപ്പ് അടക്കമാണ് നമ്മൾ ഷേപ്പ് ചെയ്യാൻ എടുത്ത ഈ 1/2 ഇഞ്ച് അടക്കമാണ് ആ 9 ഇഞ്ച്. ഇനി ഇവിടുന്ന് നമ്മൾ മാർക്ക് ചെയ്തെടുത്തുനിന്ന് താഴേക്ക് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടുന്ന് ചെസ്റ്റ് വിഡ്ത്ത് 12.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 12.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി മുകളിൽ നിന്ന് ടോട്ടൽ ആം ഹോളിൻ്റെ അടുത്തേക്ക് 9 ഇഞ്ചാണ് നമ്മൾ നീളം എടുത്തത്. അതൊന്നും കൂടി മാർക്ക് ചെയ്തു ഇതുപോലെ വരച്ചു കൊടുക്കുക. നമുക്ക് ആം ഹോള് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മൾ ആം ഹോൾ വരക്കുന്നതിനായിട്ടാണ് ആ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി ആ ഭാഗത്തുകൂടി ഇതുപോലെ ചെറുതായിട്ട് വളച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിന്റിലൂടെ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി ഇവിടുന്ന് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴത്തേക്ക് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക. ഇനി ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് ഷേപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് ചെറിയൊരു ചെരിച്ചിട്ട് വരക്കുക. ഇതുപോലെ ഷേപ്പിങ്ങിന് വേണ്ടിയിട്ട് വരച്ചു കൊടുക്കുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പോയിന്റിൽ വെച്ചിട്ട് ഏറ്റവും താഴത്തെ കോർണറിലേക്ക് ഇതുപോലെ സ്ലോപ്പായിട്ട് ടേപ്പോ സ്കെയിലോ നിങ്ങൾക്ക് എന്താ വരക്കാൻ എളുപ്പമെന്ന് വെച്ചാൽ വെക്കുക. ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക.
നമ്മൾ നേരത്തെ നെക്കിൻ്റെ അടുത്ത് നിന്ന് ഷോൾഡറിൻ്റെ അടുത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മാർക്ക് ചെയ്തത്. അത് ഞാൻ വരക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഈ പോയിന്റിൽ വെച്ചിട്ട് ഇതുപോലെ 12 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കുക. ഇതുപോലെ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ സ്ലോപ്പ് വരച്ചു കൊടുക്കുക. ആ മാർക്ക് ചെയ്തെടുത്തും വരെ ഇതുപോലെ സ്ലോപ്പ് വരച്ചു കൊടുക്കുക. ഇനി ഇവിടെ നമുക്ക് ആം എൻഡ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയായ ആം എൻഡ് അല്ല. അപ്പോൾ ഇത് ലെങ്ത്ത് കുറവായിരിക്കും. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സ്ലീവ്സിൻ്റെ ലെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് കൂട്ടിയെടുക്കുക. റിയൽ ആയിട്ടുള്ള ആം എൻഡിനേക്കാളും കുറച്ച് കൂട്ടിയിട്ട് വേണം ഇവിടെ എടുക്കാനായിട്ട്. ഞാൻ 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ സ്ലീവ്സ് വരച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് ഇതുപോലെ സ്ലീവ്സിനായിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ആദ്യം ഈ 2 ലെയേഴ്സും ഒന്നിച്ച് വെച്ചിട്ട് ബാക്ക് നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ മുകളിലത്തെ പോർഷൻ മാത്രം പൊക്കി പിടിച്ച് ഇതുപോലെ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കുക. ഇനി ഇവിടുത്തെ ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്യുക. ഇനി ആം ഹോൾ കട്ട് ചെയ്യുക. ഇനി ഈ ഷേപ്പ് കട്ട് ചെയ്തിട്ട് ആ സ്ലോപ്പ് താഴത്തേക്കുള്ള ആ സ്ലോപ്പ് അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് ബാക്കി വരുന്ന പോർഷൻ. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്ത സ്ലീവ്സിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചാൽ ഒരു 9 ഇഞ്ചോളം ലെങ്ത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് മതിയാവുന്നവർ ഇത് മാത്രം എടുത്താൽ മതി. ഇനി ചിലവർക്ക് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുള്ളവർ ഇതുപോലെ ചെറിയ പീസ് തുണി ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ കയ്യിൽ 4 ലെയർ തുണി ബാക്കിയുണ്ടാവും. അതിൽ 2 ലെയർ മാത്രം എടുക്കുക. 2 ലെയേഴ്സ് മാത്രം എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ മടക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത സ്ലീവ്സ് അതിൻ്റെ മുകളിൽ വെച്ച് മാർക്ക് ചെയ്യുക. നമുക്ക് വേണ്ടുന്ന ആം എൻഡ് ഇവിടെ മാർക്ക് ചെയ്യാൻ ഞാൻ 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഈ പോയിന്റിൽ നിന്ന് ഇവിടത്തേക്ക് ചെരിച്ചിട്ട് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക, വരക്കുക. വീതി 3 ഇഞ്ചോളം വീതിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് മുകളിൽ നിന്നും 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് ലൈൻ വരച്ചു കൊടുക്കുക. എങ്കിലേ നമുക്ക് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു കോൺ പീസ് കട്ട് ചെയ്തെടുക്കണം. അത് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ഏകദേശം അളവിൽ ഇത് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. 2 ഇഞ്ച് വീതിയും ഏകദേശം ഒരു 10 ഇഞ്ച് നീളം അത്രയും മതിയാവും. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിനായിട്ടുള്ള പ്ലീറ്റ് കട്ട് ചെയ്തെടുക്കണം. അതിന് കരയുള്ള ഭാഗം നമ്മുടെ സൈഡിൽ വെക്കുക. എന്നിട്ട് ഈ നെക്ക് ഫ്രണ്ട് നെക്ക് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെക്കുക. ഇനി നെക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും വരച്ചെടുക്കാം കേട്ടോ. തുടക്കക്കാർക്കൊക്കെ ഒന്നുകിൽ സർക്കിൾ ഷേപ്പോ
അങ്ങനെ ഏറ്റവും ഈസി ആയിട്ടുള്ള സർക്കിളായിട്ട് റൗണ്ടായിട്ടും വരച്ചെടുക്കുക. നമുക്ക് എന്തെങ്കിലും അഥവാ നമ്മൾക്ക് എന്തെങ്കിലും ഡിസൈൻസ് വേണമെങ്കിൽ അതും ഇവിടെ വരച്ചെടുക്കാം. അപ്പം നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗമാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള പോർഷൻ. അപ്പോൾ അത് ഏറ്റവും ഭംഗിയായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അത് ഏറ്റവും ഭംഗിയായിട്ട് ഇരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നല്ല നല്ല ഡിസൈൻസ് ഇതുപോലെ വരച്ചാൽ നൈറ്റി നല്ല കൂടുതൽ അട്രാക്റ്റീവായിരിക്കും. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ 2 പീസായിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി ഇവിടുന്ന് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. സിബ് ഫിക്സിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മാർക്കിങ്. ഇനി ഇവിടെ ആ മാർക്ക് ചെയ്തെടുത്തം വരെ ചെറുതായിട്ടൊരു കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാൻ, നമ്മൾ നൈറ്റിയുടെ ഒക്കെ സിപ്പ് ഫിക്സ് ചെയ്തതിന് മുകളിൽ സിപ്പ് പുറമേ നിന്ന് കാണാണ്ടിരിക്കാൻ ചെറിയൊരു കവറിങ് ഉണ്ടാവാറുണ്ടല്ലോ, ആ കവറിങ്ങിന് വേണ്ടിയിട്ടാണ് ഇനിയുള്ള കട്ടിങ്. അപ്പം ഏകദേശം ഒരു 2 ഇഞ്ച് വീതിയും ഒരു 8 ഇഞ്ചോളം നീളത്തിലും ഈ 2 പീസ് തുണി അങ്ങ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ല നല്ല കമൻസും ഇൻസ്ട്രക്ഷൻസും തന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ആൻഡ് ഹാവ് എ നൈസ് ഡേ ടു ഓൾ.